ക്യാമ്പസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ ടൗണിലെ ഹോട്ടലുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിതമായി വില വർദ്ധിപ്പിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ടൗണിലെ വിവിധ ഹോട്ടലുകളിലെത്തിയ പ്രവർത്തകർ ഉടമകളെ കണ്ട് പ്രതിഷേധം അറിയിക്കുകയും ഹോട്ടലുകൾക്ക് മുന്നിൽ പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള, കെ ഡി പ്രവീൺ, പി പ്രതീഷ്, പി മിഥുൻ, ഷിനു എബ്രാഹാം, രേഷ്മ വി രാജു, പ്രിൻസ് വെള്ളക്കട, ടി പി ശ്രീനിഷ്, ആൽബിൻ, മാർട്ടിൻ ഡേവിഡ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇവിടെ സംബന്ധിച്ച് ദിനംപ്രതി ധാരാളം ആളുകൾ ജോലി സംബന്ധമായും മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ചെറുപുഴ പട്ടണത്തിൽ എത്താറുണ്ട്. ഇങ്ങനെ എത്തുമ്പോൾ അവരുടെ ഒരു ദിവസം മുഴുവനും ഇവിടെ ചെലവഴിക്കുന്ന വേളയിൽ ദിനചര്യയുടെ ഭാഗമായിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുപുഴയിലുള്ള പ്രധാനപ്പെട്ട ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ മറ്റ് പ്രദേശങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള പലഹാരങ്ങൾക്ക് വിലവർധനവ് ഈ ഒരു മേഖലയിൽ വളരെയധികം കൂടുതലാണെന്ന് പൊതുവെ പരാതി ലഭിച്ചിട്ടുണ്ട്. യുവജന സംഘടനകൾ പഞ്ചായത്തിലേക്ക് ഒരു പരാതി നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ ഇവിടെയുള്ള വ്യാപാരി സുഹൃത്തുക്കളെ വിളിച്ചു ചേർത്തുകൊണ്ട് വിലവർധനവിൻ്റെ കാര്യത്തിൽ പഞ്ചായത്ത് നിശ്ചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംഘടനാ പ്രതിനിധികളും ഹോട്ടൽ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചർച്ച ചെയ്ത് ചായയ്ക്കും ചെറുകടിക്കും 13 രൂപ തുകയിലും ആണ് പഞ്ചായത്ത് എടുത്തിട്ടുള്ള ഈ തീരുമാനം ലംഘിച്ചുകൊണ്ട് സ്വയമേവ ഇത്തരത്തിലേക്ക് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആയതിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാർ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്ക് എത്തിപ്പെടുന്ന ഈ പട്ടണത്തിൽ ഇത്തരം വില വർധനവ് ഇരു മുന്നണികളുടെയും നേതൃത്വത്തിൽ ഹോട്ടൽ ഉടമകൾ കുറച്ച് സഹായം ചെയ്തു തരണം. അല്ലാത്ത പക്ഷം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള സമര നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഗ്യാസിനുൾപ്പെടെ വാണിജ്യ ഗ്യാസിനുൾപ്പെടെ വില കുറയുന്ന ഒരു സാഹചര്യവും ഗ്യാസിൻ്റെ ലഭ്യത ആവശ്യത്തിനനുസരിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ടുണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ആ വില കൂട്ടിയ സമയത്ത് ഇവരൊക്കെ പറഞ്ഞ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഗ്യാസ് കിട്ടാനില്ല, വിറകാണ് ഉപയോഗിക്കുന്നത്, വിറകിന് പൈസയാണ്, ഗ്യാസ് കിട്ടുന്നില്ല എന്ന കാരണങ്ങളാണ്. പക്ഷേ ഇപ്പം ആ സാഹചര്യങ്ങളെല്ലാം മാറിയിട്ടും സമീപ പ്രദേശങ്ങളായ പാടിയോട്ടുചാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും മിക്ക കടകളിലും 10 രൂപയും 12 രൂപയും മാത്രമാണ് ചായക്കും കടിക്കും വില ഈടാക്കുന്നത്. ചെറുപുഴ എന്ന് പറയുന്നൊരു ടൗൺ എന്നത് സാധാരണ ഒരു മലയോര ജനത, സാധാരണക്കാരായ ആൾക്കാർ, കർഷകർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഒരു പ്രധാന നഗരമാണ്. ആ നഗരത്തിൽ അന്യായമായി ഉള്ള ഈ വില വർധന തീർച്ചയായും ഒരു തലത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോവില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി ഇതൊരു സൂചന മാത്രമാണ്, ഇതൊരു താക്കീത് കൊടുക്കൽ മാത്രമാണ്. ഇനി മുന്നോട്ട് കൂടുതൽ സമര പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് മാത്രം അറിയിക്കുന്നു. കൂടുതൽ സ്വീകരണം നൽകുന്നതിന് വില കുറഞ്ഞെത്തും. ഇപ്പം ഗ്യാസിനും വാണിജ്യ ഗ്യാസ് ഉൾപ്പെടെ എല്ലാത്തിനും വില കുറയും. ലഭ്യത ആവശ്യത്തിന് ഉണ്ട് എന്നാലും പക്ഷേ ഗ്യാസിന് വില കൂടിയത് വാണിജ്യ ഗ്യാസ് കൂടിയതെപ്പോഴാണ് നമ്മൾ സംസാരിച്ചതിന് ശേഷം പാലിന്റെ വില എപ്പോഴാണ് കൂടിയത് നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ്. അതിനുശേഷം നമ്മൾ അവിടുന്ന് പറഞ്ഞിരുന്നു പാലിന്റെ വില കൂടിയാൽ തന്നെ ചായന്റെ വില കൂട്ടുന്ന തീരുമാനം ഉണ്ടാവുന്നു. മിക്ക ഹോട്ടലുകളും ഇപ്പം 15-16 രൂപയാക്കി. ആദ്യമായിട്ട് അത് ഉൾപ്പെടെയുള്ള സമീപ ടൗണിൽ ഇപ്പോൾ 12-13 15-16 രീതിയിലൊക്കെ അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ.
മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.